നമസ്കാരം. ഫിൻലൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തുഷ്ട രാജ്യങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന രാജ്യമാണ്. ശാന്തത, സുസ്ഥിരത, ഭരണകൂടം, നിയമനിഷ്ഠ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം. ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് തന്റെ പ്രാതിനിധ്യം പിൻവലിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സുരക്ഷാർത്ഥങ്ങൾ ലോക സമൂഹം ഗൗരവത്തോടെ വിലയിരുത്തേണ്ടതുണ്ട്. അടുത്തിടെ ഫിൻലാൻഡ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ തങ്ങളുടെ എംബസികൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് പെട്ടെന്ന് ഉള്ള ഒരു എടുത്തുചാട്ടമല്ല, മറിച്ച് പ്രശ്നബാധിത രാജ്യങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര വിശ്വാസത്തിന്റെ കുറവിന്റെ ശക്തമായ സൂചനയാണ്. ഈ മൂന്ന് രാജ്യങ്ങളിലെയും നിലവിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മൂന്ന് രാജ്യങ്ങളുമായും നിലവിൽ ഫിൻലൻഡിന് വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ ഇല്ല എന്നും ഇനി ശ്രദ്ധ ഫിൻലൻഡിന്റെ തന്ത്രപ്രധാന പങ്കാളികളായ രാജ്യങ്ങളിലേക്ക് മാറ്റുമെന്നും വിദേശകാര്യ മന്ത്രി എലീന വോൾട്ടനർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യം എന്ന പട്ടം തുടർച്ചയായ 8ാം തവണയും സ്വന്തമാക്കിയത് ഫിൻലാൻഡാണ്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവയാണ് ഫിൻലാൻഡിന് തൊട്ടു പിന്നാലെയുള്ളത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്ത് യുദ്ധസമാന സംഘർഷങ്ങളിലേക്ക് കടന്നതും ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയുമാണ് ഫിൻലാൻഡിനെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത്. 2026 എംബസി പൂട്ടുക. ഫിൻലൻഡിന്റെ വിദേശ നയം, കയറ്റുമതി വളർച്ച, രാജ്യസുരക്ഷ തുടങ്ങിയ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ രാജ്യങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കാനായിരിക്കും ഇനി ശ്രമിക്കുക എന്ന് എലീന വോൾട്ടനർ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി യുഎസിലെ ഹൂസ്റ്റണിൽ കോൺസുലേറ്റ് ജനറൽ ഓഫീസ് തുറന്നിരുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതി, യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിനെ ഫിൻലൻഡ് പിന്തുണച്ചിരുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ കടുത്ത തീരുവ ചുമത്തണമെന്ന ട്രംപിന്റെ ആഹ്വാനം യൂറോപ്യൻ യൂണിയൻ അംഗം കൂടിയായ ഫിൻലൻഡ് തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത്. ഇന്ത്യക്കുമേൽ തീരുവ കൂട്ടാനല്ല, തീരുവ കുറയ്ക്കാനും അതുവഴി മെച്ചപ്പെട്ട വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുമാണ് ആഗ്രഹമെന്നായിരുന്നു എലീന വോൾട്ടനർ പറഞ്ഞത്. ഇന്ത്യ സൂപ്പർ പവർ ആണെന്നും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നും ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബും പറഞ്ഞിരുന്നു. ഇന്ത്യ കാലങ്ങളായി യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സുഹൃത്താണ്. വൻ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ശ്രമമെന്നും സ്റ്റബ് കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലെയും പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ സ്വാധീനവും വിശ്വാസ്യതയും അതിവേഗം ഉയരുമ്പോൾ അതിന്റെ അയൽ രാജ്യങ്ങളിൽ പലതും സ്ഥിരതാ പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ഇന്ന് ഇന്ത്യ ആഗോള വേദികളിൽ വരുമ്പോൾ പാകിസ്ഥാൻ പല അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളിലും ആശങ്കയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക. ഇതിൽ ആരെയും കുറ്റപ്പെടുത്താതെയും ചൂണ്ടിക്കാണിക്കാവുന്ന സത്യമാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരതയും ആക്രമണ മനോഭാവവും ധനകാര്യ മാന്ദ്യവുമാണ് വിദേശ രാജ്യങ്ങളെ പാകിസ്ഥാനിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് എന്നത്. അതിന് വിപരീതമായി ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ വിശ്വാസ്യതയുടെ പരമാവധി ഉയരത്തിലാണ് നിൽക്കുന്നത്. G20 സമ്മേളനത്തിന്റെ വിജയകരമായ ആതിഥേയത്വത്തിൽ നിന്ന് തുടങ്ങി ശക്തമായ സാമ്പത്തിക വളർച്ച, ഉത്തരവാദിത്വമുള്ള വിദേശ നയം, സുസ്ഥിര ജനാധിപത്യ വ്യവസ്ഥ എന്നിവയൊക്കെ ഇന്ത്യയെ ആഗോള ശക്തികളുടെ നിരയിൽ മുന്നോട്ട് തന്നെ നയിക്കുകയാണ്. മോദി സർക്കാരിന്റെ കഴിഞ്ഞ ഒരു ദശകത്തെ വിദേശ നയ പ്രവർത്തനം ഇന്ത്യയുടെ ഗ്ലോബൽ ക്രെഡിബിലിറ്റിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണും. സുരക്ഷ, വ്യാപാരം, സാങ്കേതിക വിദ്യ, ഊർജം തുടങ്ങിയ എല്ലാ മേഖലകളിലും സഹകരണം എന്നതിൽ ആഗോള താല്പര്യം വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര പ്രാധാന്യത്തെ പല രാജ്യങ്ങളും തുറന്നു കാണിക്കുന്നത്. ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് ക്വാഡ് പോലുള്ള ആഗോള സഖ്യങ്ങളിലേക്കും ഇന്ത്യയുടെ പങ്ക് ഉയരുന്നുണ്ട് എന്നതിന് ലോകം ഇന്ത്യയെ സ്ഥിരതയും വിശ്വാസ്യതയും നിറഞ്ഞ രാജ്യമായി കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിൽ നടക്കുന്ന ഈ വർധന മോദി സർക്കാരിന്റെ ശക്തമായ നയതന്ത്ര കാഴ്ചപ്പാടിനെയും ദിശാബോധത്തിനെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഫിൻലൻഡിന്റെ ദക്ഷിണേന്ത്യൻ തീരുമാനം അതിന്റെ ലക്ഷ്യം എന്തായാലും ലോകം ഇന്ന് സ്ഥിരതയും നയപരമായ ഉത്തരവാദിത്വവും പുലർത്തുന്ന രാജ്യങ്ങളോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്നത് വ്യക്തമാക്കുകയാണ്. ലോകം ഇന്ന് ഇന്ത്യയെ ഗൗരവത്തോടെ കേൾക്കുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ ശബ്ദവും ആശയവും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫിൻലൻഡിന്റെ തീരുമാനം ഇന്ത്യയുടെ വളർച്ചയും ദക്ഷിണേന്ത്യയിലെ ഇന്ത്യയുടെ സ്ഥാനവും സൂചിപ്പിക്കുന്ന വലിയ തിരിച്ചറിവിന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ് എന്ന് പറയേണ്ടി വരും.